ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്തൃ ശുശ്രൂഷകർക്കും എല്ലാം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനം. എന്താണ് ഒന്നാമത്തെ പുനരുത്ഥാനം? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആരെല്ലാമാണ് അവിടെ ഭാഗ്യവാന്മാരായി കാണുന്നത്? ആരെല്ലാമാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്നത്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാർ മാത്രമേ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുകയുള്ളൂ. ശുദ്ധിമതികൾ മാത്രമേ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുകയുള്ളൂ. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം വാക്യം. 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിക്കാനിടയാകുക. ഇന്ന് നാം ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കാനിടയാകുക. നാം ക്രിസ്തുവിലാണോ ജീവിക്കുന്നത്? ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടോ? എൻ്റെ ഓരോ അവയവങ്ങളും, ഏതെല്ലാം കാര്യങ്ങൾ ചിന്തയിലൂടെ വന്നു, ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലൂടെ പോയി, പക്ഷി പറന്നു വരുന്നതുപോലെ എന്തെല്ലാം ചിന്തകൾ വന്നു. ചിന്തിച്ചു നോക്കൂ. ഈ ചിന്തകളുടെ മേലും ജയം നമുക്ക് കിട്ടിയേ കഴിയുള്ളൂ. കർത്താവ് ജയം തരും. ഓരോ വാക്കുകളും പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ പറയണം, കർത്താവേ, ഈ പലർക്കും കർത്താവ് ചിന്തകളിൽ മേൽ ജയം കൊടുക്കുന്നുണ്ടല്ലോ, കർത്താവേ എനിക്കും ചിന്തയിൽ മേൽ ജയം തരണം. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. സത്യമായും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നാം ഓരോരുത്തരും അനുഭവമുള്ളവരാകണം. നാം ചടങ്ങ് പോലെ കൂടി വരുന്നവരാകരുത്. നാം ഓരോരുത്തരും വിശുദ്ധരാകണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നാം പങ്കുള്ളവരായി തീർന്നേ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനം. കർത്താവ് മേഘപ്രത്യക്ഷത. കർത്താവ് ഇതാ രണ്ടാമത് വരാൻ ആസന്നമായിരിക്കുന്നു. കാലത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം നോക്കിയാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എന്ന് വേണേലും കർത്താവ് രണ്ടാമത് വരാം. ഏത് സമയത്തും വരാം. ചിലർ വിതർക്കങ്ങളെല്ലാം പറയുന്നുണ്ട്. യെരൂശലേം ദേവാലയം പണിയുന്നതിന് മുമ്പ് വരും. ചിലർ പറയുന്നു, അറിവുള്ളവർ, ചിലർ പറയുന്നു യെരൂശലേം ദേവാലയം പണിയുന്നത് കർത്താവ് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തതിന് ശേഷമാണെന്ന്. നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. എന്നാണ് കർത്താവ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. കർത്താവ് എന്നാണ് വരുന്നതെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ അതെന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന്, യേശുക്രിസ്തു പോലും അറിയുന്നില്ല എന്നാണ് തൻ്റെ സഭയെ ചേർക്കാൻ വരുന്നതെന്ന്. പിതാവ് പറയുമ്പോൾ വന്ന് തൻ്റെ മണവാട്ടി സഭയെ ചേർത്തുകൊണ്ട് കർത്താവ് കടന്നു പോകും. കർത്താവ് അങ്ങ് മേഘപ്രത്യക്ഷതയിൽ വന്ന് വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് പോകും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. എങ്ങനെയാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരാൻ കഴിയുക? അങ്ങനെയുള്ളവർക്ക് അവിടെ താഴേക്ക് വായിക്കുമ്പോൾ കാണാം, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർക്ക്, അങ്ങനെയുള്ളവർക്ക്, അവർ ഭാഗ്യവാന്മാരാണ്, അവർ വിശുദ്ധന്മാരാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. എന്താണ് രണ്ടാം മരണം? എന്താണ് ഒന്നാമത്തെ മരണം? എന്താണ് ഒന്നാമത്തെ പുനരുത്ഥാനം? ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനായി കർത്താവ് വാനമേഘങ്ങളിൽ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് അക്കരെ നാട്ടിലേക്ക് പറന്നു പോകും. എന്നാൽ എന്താണ് പറഞ്ഞത്? രണ്ടാം മരണത്തിലേക്ക് ഒരിക്കലും അവരെ തള്ളിവിടുകയില്ല. എന്താണ് രണ്ടാമത്തെ മരണം? എന്താണ് പ്രിയപ്പെട്ടവർ രണ്ടാം മരണം? വെളിപ്പാട് പുസ്തകം
20-ാം അധ്യായം തന്നെ 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വെള്ളസിംഹാസനത്തിലെ കാര്യം പറയുന്നു. 1000 ആണ്ട് വാഴ്ചയെല്ലാം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ്, അഥവാ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് അക്കരെ നാട്ടിലേക്ക് പറന്നു പോയ ശേഷം പിന്നെ ഇവിടെ ഉപദ്രവകാലവും മഹോദ്രവകാലവും എല്ലാം കഴിഞ്ഞ് വീണ്ടും കർത്താവ് തൻ്റെ മഹത്വപ്രത്യക്ഷത എവിടെയാണ്? ഒലിവുമലയിൽ വന്ന് കർത്താവ് കാൽ ചവിട്ടും, ഒലിവുമല രണ്ടായി പിളർന്നു പോകും. ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടോ പിന്നെ കർത്താവ് 1000 ആണ്ടത്തേക്ക് പിശാചിനെ അന്ധകാരത്തിൽ പൂട്ടിയിടും. ആ 1000 ആണ്ട് ഈ ഭൂമിയിൽ പിശാചില്ല, പിശാചിന് പ്രവർത്തിക്കാൻ കഴിയില്ല, പാപമില്ലാത്തതായ കാലം. ആ കാലത്ത് വിശുദ്ധന്മാരായ ദൈവമക്കൾ നാം ഇന്ന് വിശുദ്ധരായി ജീവിച്ച് കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നാം പങ്കുള്ളവരായി തീർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെട്ടവരായി വിശുദ്ധരായി എടുക്കപ്പെട്ടവർ അവരെല്ലാം ഈ ഭൂമിയിലേക്ക് വരും. 1000 ആണ്ട് ഇവിടെ വാഴും. 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം നടക്കും. 1000 ആണ്ടത്തേക്ക് പിശാചിനെ 1000 ആണ്ടത്തേക്ക് പൂട്ടിയിടും. 1000 ആണ്ട് കഴിഞ്ഞ് വീണ്ടും പിശാചിനെ അഴിച്ചുവിടും. അതൊന്നും ഇപ്പം പഠിക്കാൻ സമയമില്ല. എന്നിട്ട് വീണ്ടും വിശുദ്ധന്മാരായ ദൈവമക്കൾക്കെതിരായി ഈ 1000 ആണ്ട് കഴിയുമ്പോൾ പിശാചിനെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ പിശാച് സകല മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് ദൈവമക്കളോട്, യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്ന വിശുദ്ധന്മാരായ ദൈവമക്കളോടും യുദ്ധം ചെയ്യാനായിട്ട് വരും. ആ യുദ്ധം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ആ സമയത്ത് തീയിറക്കി എല്ലാവരെയും ദഹിപ്പിച്ച് കളയും. എന്നിട്ടാണ് വെള്ളസിംഹാസനത്തിൽ ന്യായവിധി. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണ് വായിക്കാൻ? താഴേക്ക് ഒന്ന് വായിക്കും. 20-11 മുതൽ താഴേക്ക്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. മുഴുവൻ വായിക്കണ്ട, ഞാൻ പെട്ടെന്ന് പറയാം. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ഈ ആകാശമെല്ലാം മാറിപ്പോകും, ഈ ഭൂമി എല്ലാം മാറിപ്പോകും, എല്ലാം ചുരുട്ടി മാറ്റപ്പെടും പോലെ മാറ്റും. എന്നിട്ടോ പുസ്തകങ്ങൾ തുറക്കും. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ? ഇന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേര് ലഭിക്കാത്ത ഒരു കുഞ്ഞു ഇവിടുന്ന് പോകാൻ ഇടവരരുത്. കർത്താവ് നമുക്ക് തരാനാണ് നമ്മൾ വിളിച്ചു കൂട്ടിയത്. പുസ്തകങ്ങൾ തുറക്കും, ജീവൻ്റെ പുസ്തകം തുറക്കും. ഓരോരുത്തരെയും പേര് വിളിക്കും. പേര് വിളിച്ചാൽ ന്യായവിധി, ന്യായവിധിയുടെ സമയത്ത് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. മുഴുവൻ ആളുകൾ, ആപാലോർത്തം മുഴുവൻ മനുഷ്യരോടെ പോയി നിൽക്കേണ്ടി വരും. മുഴുവൻ മനുഷ്യൻ നിൽക്കുന്ന ഒരു സദസ്സ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കുമ്പോൾ നാം ഞെട്ടിപ്പോവും. കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന സദസ്സ്. ഇന്ന് ഈ ഭൂമിയിൽ 750 കോടി ജനങ്ങളുണ്ട്. നമ്മളിവിടെ ആ കുറച്ച് പേര് വന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ഈ ഹാളിൽ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചെങ്കടൽ കടന്നത് 600,000, 6 ലക്ഷം. എന്നാൽ 30 ലക്ഷം ഉണ്ടെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന ഒരു സദസ്സ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തയൊന്ന് കൊണ്ടുവന്നേ അതിലേക്ക്. കോടാനുകോടി മനുഷ്യർ നിൽക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ പേര് വിളിക്കുകയാണ്. ആ പേര് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ജീവൻ്റെ പുസ്തകം തുറക്കുമ്പോൾ, അത് തുറന്ന് പേര് വിളിക്കുമ്പോൾ, പേര് വിളിക്കപ്പെടാത്തവനായി ഒരുവൻ ജോണോടെ കാണപ്പെട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യായവിധി വരികയാണ് തൊട്ടു പുറകെ. പേര് വിളിക്കുന്നവരോ വലിയ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ യേശുക്രിസ്തു വന്നിരിക്കുന്നു, നിത്യന്യായാധിപതിയായി ക്രിസ്തു വന്നിരിക്കുന്നു. പേര് വിളിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യും? ഇങ്ങനെ അരികിലേക്ക് ചേർത്ത് നിർത്തും. സ്റ്റേജിൽ തന്നെ അരികിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തും. ബാക്കി മുഴുവൻ മനുഷ്യരും, വേറെ ഏതെങ്കിലും ഒരു വ്യക്തി, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഇന്നത്തെ പ്രധാനമന്ത്രി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കട്ടെ, അവിടെ പേരില്ല. ഉടനെ എന്ത് സംഭവിക്കും? അങ്ങനെ പേരെഴുതി കാണാത്തവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ആ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതാണ് 20-14 വായിക്കാമോ? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പിശാചിനെ എന്നേക്കുമായി തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. മരണത്തിൻ്റെ അവകാശിയായ ദുഷ്ട പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും ആ കൂടെയുള്ളവരെയും ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ക്രിസ്തുവിൽ ജീവിച്ചില്ലെങ്കിൽ
നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി പാപങ്ങളെല്ലാം കഴുകി കിട്ടിയിട്ടില്ലെങ്കിൽ, തിരുരക്തത്താലുള്ള പാപമോചനം ലഭിച്ചില്ലെങ്കിൽ, ക്രൂശിലെ തിരുരക്തത്താൽ നമ്മെ കഴുകുന്ന ആ കഴുകിയ അനുഭവത്തിൽ നാം ജീവിച്ചില്ലെങ്കിൽ, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും. നാം തള്ളപ്പെട്ടു പോകാനിട വരരുത്. നാം ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരണം. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എനിക്ക് പങ്കു കിട്ടുമോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് എല്ലാം കഴുകൽ പ്രാപിച്ചേ പറ്റുകയുള്ളൂ. സൂക്ഷ്മതയോടെ ജീവിച്ചേ പറ്റുകയുള്ളൂ. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ. ഇവിടെ നിരന്തരം കൂട്ടായ്മയിൽ വന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാം, സത്യമാണ്. എന്നാൽ കൂട്ടായ്മയിൽ വന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നാം തൃപ്തരായിട്ടിരിക്കരുത്. അതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിൽ എത്തിക്കൊള്ളുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങൾ ഒരിക്കലും പറയുന്ന കാര്യങ്ങൾ സത്യമായ യാഥാർത്ഥ്യമല്ലേ പറയുന്നത്. ഇവിടെ വന്നു എന്നുള്ളതുകൊണ്ട് ആരും രക്ഷയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ധരിക്കരുത്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പാപം വരാൻ അനുവദിക്കരുത്. വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. സത്യമാണ്, നാം ഓരോ സമയത്തും കൂടി വരുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കഴുകുന്നുണ്ട്. ഓരോ സമയത്തും നമ്മുടെ പേര് കർത്താവ് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ആ ക്രൂശിലെ സ്നേഹം നമ്മെ ഇന്നും കഴുകും. എന്നാൽ നാം സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. നമ്മുടെ വാക്കുകളിൽ തെറ്റുവരാൻ പാടില്ല, നമ്മുടെ ചിന്തകളിൽ തെറ്റുവരാൻ പാടില്ല, നമ്മുടെ മനോഭാവത്തിൽ തെറ്റുവരാൻ പാടില്ല. ഒരു ദിവസം കൊണ്ടെല്ലാം ശരിയാകുമെന്നല്ല പറഞ്ഞത്. എന്നാൽ നാം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കി നെടുവീർപ്പിട്ട് കരയുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു തന്നാൽ അന്നേരം ന്യായീകരണം പറയുകയല്ല. അതേ കർത്താവേ, അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തിരുത്താനുണ്ടെന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. എന്നും തിരുത്തൽ ആവശ്യമാണ്. ഒരു ദൈവവേദന പറഞ്ഞു കേട്ടില്ലേ, മരണത്തിൻ്റെ അവസാന സമയത്ത് പോലും പിശാച് നമ്മെ തട്ടിക്കൊണ്ടുപോകാം. ഏത് സമയത്തും പിശാച് എങ്ങനെയെങ്കിലും നമ്മൾ ഇടർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയും നമ്മെ നിത്യനരകത്തിലേക്ക് വലിച്ച് അവിടെ കൊണ്ട് അവൻ്റെ കൂടെ എങ്ങനെയും അവൻ്റെ കൂടെ ആ നിത്യനരകത്തിൻ്റെ അവകാശിയാക്കി തീർക്കുവാൻ അവൻ ലജ്ജയില്ലാത്തവനായി നമ്മുടെ പിന്നാലെ നിൽക്കും. നിങ്ങൾ ഗൗരവമായി ഈ കാര്യം ഓർക്കണം. എപ്പോഴും നാം വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 20-ന്റെ 6. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് വാഴുമെന്ന്. ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് വാഴുമെന്ന്. എന്നിട്ട് പിന്നെ വായിക്കാം 20-ന്റെ തന്നെ 6-ന്റെ ലാസ്റ്റ് പാർട്ട്. പിന്നെയോ 1-ന്റെ 6 ഒന്ന് വായിക്കാം. വെളിപ്പാട് 1-ന്റെ 6. എങ്ങനെയാണ് നാം പുരോഹിതന്മാരായി തീരുന്നത്? എങ്ങനെയാണ് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി തീരുന്നത്? നാം വിശുദ്ധരായി തീർന്നാൽ നാം ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി തീരുമെന്ന്. നാം ഇവിടെ 1000 ആണ്ട് വാഴുവാൻ ഇവിടെ വരുമെന്ന്. വിശുദ്ധന്മാരായ ദൈവമക്കൾ ഇവിടെ വരുമെന്ന്. ഇന്നും നാം പുരോഹിത വർഗമാണെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. എന്നാൽ വായിക്കാം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച്. നമ്മുടെ പാപം പോക്കി എന്താണ്? നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് കർത്താവ് ഗൗരവമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പാപം വരരുതെന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വരൂ, ഈ കൂട്ടായ്മയിൽ വരൂ, രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് ഒരിക്കലും പറയുന്നില്ല. പാപത്തോട് യാത്ര പറഞ്ഞേ പറ്റുകയുള്ളൂ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ രക്തത്താൽ വിടുവിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മെ കഴുകി വെടുപ്പാക്കുന്നത്. യേശുവിൻ്റെ രക്തം കഴുകി വെടുപ്പാക്കുന്നു. എന്നും തന്നെത്താനിരുന്ന് കരയണം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കരയണം, അല്ല ജോലിക്ക് പോകുന്നതിന് മുമ്പ് കരയണം. എപ്പോഴും യേശുവിൽ ആശ്രയിച്ചുള്ള ജീവിതം. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ഏത് സമയത്തും പിശാച് നമ്മെ ഇടർച്ച ചെയ്യാം. ഏത് സമയത്തും നമുക്ക് പാപം വരാം. എപ്പോഴും നാം തിരുരക്തത്തിൽ മറഞ്ഞിരിക്കണം. എൻ്റെ യേശുവേ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് ജീവിക്കണം. ഏതെങ്കിലും ഒരു പാപം വന്നാൽ ഒരിക്കലും നിങ്ങൾ ലാഘവത്വത്തോടെ കാണരുത്. ഏത് വാക്കിലായിക്കൊള്ളട്ടെ, അല്ല ഏതെങ്കിലും പ്രവൃത്തിയിലായിക്കൊള്ളട്ടെ, പാപം വന്നാൽ നിങ്ങൾ ലാഘവത്വത്തോടെ ജീവിക്കരുത്. പാപം വരുമ്പോൾ നമ്മുടെ വേലി പൊളിഞ്ഞു പോകും. നാം കൃപയിലായിരിക്കുന്ന ദൈവമക്കൾ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് കിട്ടിയ ദൈവമക്കൾ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടിയ ദൈവമക്കൾ എപ്പോഴും ജാഗ്രതയോടെ ജീവിക്കണം. ഏതെങ്കിലും ഒരു പാപം വന്നാൽ
അപ്പോൾ തന്നെ തൽസമയത്ത്, എന്താണ് തൽസമയത്ത്, ഒരു കാരണവശാലും പിന്നീടാകട്ടെ എന്നോർത്ത് മാറ്റി വയ്ക്കരുത്. ഏത് തെറ്റായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും നിങ്ങൾക്ക് പരിഭവം വരുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തിയോട് പരിഭവമുണ്ടോ? മക്കളോട് പരിഭവമുള്ള ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? മാതാപിതാക്കളോട് പരിഭവമുള്ള ഏതെങ്കിലും മക്കളുണ്ടോ? ഭാര്യയോട് പരിഭവപ്പെട്ടിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, ഭർത്താവ് അങ്ങ് കടന്നുപോയി, ഭർത്താവിനോട് പല രീതിയിൽ കോപിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പലവിധ തെറ്റുകൾ പലപ്പോഴും വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഭർത്താവിനോട് മാപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ദൈവസ്ഥനിലിരുന്ന് എണ്ണി എണ്ണി കരഞ്ഞു കൊള്ളണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവനാണ്. എന്തെല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം മ്ലേച്ഛകരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി കിട്ടുന്നതാണ്. ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. ഏത് പാപം വന്നെങ്കിലും, എത്ര പ്രാവശ്യം തീരുമാനമെടുത്തിട്ട് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയെങ്കിലും ഇത് കൃപായുഗമാണ് പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്തതായ ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ആരെല്ലാം തന്നെത്താൻ കഴുകൽ പ്രാപിക്കുന്നുണ്ട്. കർത്താവേ, രക്തത്താൽ എന്നെ കഴുകണമേ, ഓരോ സമയത്തും കർത്താവേ എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. ഏതെങ്കിലും ഒരു പാപം വന്നാൽ അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നു, എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്നു, എൻ്റെ യേശുവിൻ്റെ രക്തമെന്ന് പറയുന്നു. ആ രക്തമെന്ന് കേൾക്കുമ്പോൾ തന്നെ ദുഷ്ടനായ പിശാച് ഓടി ഒളിക്കും. എൻ്റെ യേശുവിൻ്റെ രക്തം, ആ രക്തമാണ് നമ്മെ കഴുകി വെടിപ്പാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ അതെങ്ങനെയാണ് കിട്ടുന്നത്? വെളിപ്പാട് പുസ്തകം തന്നെ 5-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ചിട്ട് പിന്നെ 7-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട്. കേട്ടോ, വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. യേശുക്രിസ്തു അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ. കേട്ടോ പ്രിയപ്പെട്ടവരെ, അത് ഇന്ന ഗോത്രമെന്നില്ല, ഇന്ന വർഗമെന്നില്ല, ഇന്ന സഭയെന്നില്ല, ഇന്ന ഉണർത്തപ്പെട്ട സഭയെന്നില്ല, പുരാതന സഭയെന്നില്ല, പുരോഹിതന്മാരുള്ള സഭയെന്നില്ല. നീ അറുക്കപ്പെട്ടു, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന്. വേറെ ഒരു വ്യക്തിയിലും രക്ഷയില്ല, ഒരു കൂട്ടായ്മ രക്ഷയില്ല, ഒരു പ്രത്യേക ദൈവദാസനിലും രക്ഷയില്ല. ആകെ ഒരേ ഒരു വ്യക്തി. നീ അറുക്കപ്പെട്ടു. ഒന്നോടെ വായിക്കൂ. നീ അറുക്കപ്പെട്ടു. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, പുതിയ അറിവല്ല പറയുന്നത്. എന്നാൽ ആ രക്തത്താലുള്ള കഴുകൽ നാം പ്രാപിക്കുന്നുണ്ടോ? പുതുതായി വന്നിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രമേ പാപമോചനം കഴുകുവാൻ കഴിയുകയുള്ളൂ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും സർവഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരായി വെച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തീരുക, ദൈവത്തിൻ്റെ വിശുദ്ധരായി തീരുക. വിശുദ്ധരായി തീർന്നേ സാധ്യമാവുകയുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ വിശുദ്ധനാണ്. എന്തൊരു വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കണ്ണുകാഴ്ച ലഭിക്കുക. ഓരോ കൂട്ടായ്മയിലും വരുമ്പോൾ വചനം പൊരുളുതിരിച്ച് കിട്ടുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ രക്തം കഴുകി കിട്ടുന്നത്? എങ്ങനെയാണ് സൗജന്യമായി രക്ഷ കിട്ടുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രവൃത്തികളും കാരണമല്ല എന്ന് തിരുവചനം എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. കൃപയാലുള്ള രക്ഷ ഇത് മനസ്സിലാക്കി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാണ്, വലിയൊരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ പാപമോചനം ലഭിക്കുമെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കി കിട്ടുക. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കൂ. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ, അഥവാ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതുവരെ ദൈവം ഉണ്ടോ എന്ന് ചിന്തിച്ചവരായിരുന്നോ നമ്മളിൽ പലരും? അല്ല, സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെന്ന് ചിന്തിച്ചവരായിരുന്നോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ
ഒരിക്കലുമല്ല. ദൈവം ഇല്ലെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു ഞാൻ. ദൈവം ഇല്ലെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി ഭ്രാന്ത് വരുന്നത്? അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് വിധി എഴുതിയിരുന്നു. ജീവനുള്ള ക്രിസ്തു അന്നും എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് എൻ്റെ 15-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി. അന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. പള്ളിയിൽ പോയിരുന്നു, ആരാധനയിൽ സംബന്ധിച്ചിരുന്നു. എൻ്റെ ചേട്ടനോട് ഇരിക്കുന്നുണ്ട്. 14 വർഷം മദ്ബായിൽ ശുശ്രൂഷ ചെയ്തു. ചേട്ടനും അനുജനും 10 ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിച്ചു. ഞാനും പഠിച്ചു. ചേട്ടനും അനുജനും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. പള്ളിയോട് ചേർന്ന് നിന്നിരുന്നു. ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല. കുർബാന കണ്ടിട്ടുണ്ട്, കുർബാന കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഒന്നും മനസ്സിലായിരുന്നില്ല. ദൈവമില്ലെന്ന് ചിന്തിച്ച് നടന്ന കാലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവനുള്ള ക്രിസ്തുവിനെ സജീവ യാഥാർത്ഥ്യമായി രുചിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യം നൽകുന്നു. അപ്പാ എന്ന് വിളിക്കുമ്പോൾ ഓടി അരികിലേക്ക് വരുന്ന ക്രിസ്തു, എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അരികിലേക്ക് ഓടി വരുന്ന ക്രിസ്തു, ഏതൊരു ചെറിയ കാര്യത്തിനും എൻ്റെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഓടി അരികിലേക്ക് വരുന്നു. ഒരു കാര്യവും സ്വയം ചെയ്യുവാൻ കഴിവില്ല എന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ പല്ലുണ്ടാക്കുന്നവരാണല്ലോ. ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ ഞാനൊരു മോഡൽ കയ്യിലെടുക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഈ കൈ റബ്ബർ വെട്ട് കത്തി പിടിച്ച കൈയാണ്. ഈ കൈക്ക് ഒരിക്കലും ബ്രഷ് പിടിച്ച് അല്ലെങ്കിൽ മൈക്രോ മോട്ടർ പിടിച്ച് ഈ കൈ കൊണ്ട് ഒരിക്കലും പല്ലുണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം വന്ന് ഈ കയ്യിലൊന്ന് തൊടണമേ എന്ന് പറഞ്ഞിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മനോഹരമായി വരുന്നു. അത്ഭുത കരുണ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു, നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. നാം ഭാഗ്യശാലികളാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ആരോരുമില്ലാത്തവരെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരായിരിക്കാം. ഭർത്താവ് വളരെ നേരത്തെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഭാര്യമാരോട് വന്നിട്ടുണ്ടായിരിക്കും. ഭാര്യ നേരത്തെ കടന്നുപോയ ഭർത്താക്കന്മാരോട് വന്നിട്ടുണ്ടായിരിക്കും. മാതാപിതാക്കൾ നേരത്തെ കടന്നുപോയ മക്കളോട് വന്നിട്ടുണ്ടായിരിക്കും. ആരോരും തുണയില്ലാതെ വന്നവരുണ്ടായിരിക്കും. എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെട്ട് വന്നവരുണ്ടായിരിക്കും. എനിക്ക് കടബാധ്യതയാണല്ലോ, ഇനി എൻ്റെ ആയുസ്സിൽ എന്തെങ്കിലും കടം തീർക്കാൻ കഴിയുമോ? ഞാൻ ചിന്തിച്ച മനുഷ്യനാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ജീവനുള്ള ദൈവത്തിൻ്റെ വഴി ആർക്കറിയാം? യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ടെന്ന് തിരുവചനം പറയുന്നു. ചുഴലിക്കാറ്റിൽ വഴി, ഒരു ചെറിയ വഴിപ്പാത നിങ്ങൾ ചിന്തിക്കൂ. ഒരു ചെറിയ വഴി, നടന്നു പോകുന്ന ഒരു വഴി, വീട്ടിലേക്ക് നടന്നു പോകും. ഇന്ന് എല്ലാവർക്കും തന്നെ വീട്ടിലേക്ക് വഴിയുണ്ട്. നിങ്ങൾ വഴിയില്ലാത്ത, ഞങ്ങൾ പണ്ട് റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴി എനിക്കറിയാം. ആ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും യഹോവയുടെ വഴി എന്ന് തിരുവചനം പറഞ്ഞിരിക്കുകയാണ്. ചുഴലിക്കാറ്റിൽ എങ്ങനെയാണ്? വലിയൊരു ചുഴലിക്കാറ്റ്, ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു ചെറിയ ഇടവഴിയുണ്ട്. ആ വഴിയിൽ വലിയൊരു ചുഴലിക്കാറ്റടിച്ച് എന്നിരിക്കട്ടെ, പിന്നെ വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് വന്നിരിക്കട്ടെ. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബർ മരങ്ങളെല്ലാം ഇങ്ങനെ പിഴുത് പറിച്ചുകൊണ്ട് എല്ലാം മുഴുവൻ നാനാവിധമായി പോകും. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും യഹോവയുടെ വഴി നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ജീവനുള്ള ക്രിസ്തുവാണ് നമ്മെ വിളിച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാം കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. എന്താണ്? 139 സങ്കീർത്തനം 1 വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ എന്താണ്? യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, നിൻ്റെ വഴികളൊക്കെയും എനിക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. താഴേക്ക് വായിക്കാമോ? അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ദൈവത്തെ മറയ്ക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവമെല്ലാം കാണുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിയുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നും ആകുലപ്പെട്ട ആരെല്ലാം വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച ആരെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുമോ? എൻ്റെ മകളെ ആരെ കൊണ്ട് കെട്ടിക്കും? ആരൊരു ദൈവവേദലിനെ ഒരു ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അനേകർക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദൈവവൈതലിനെ ഭാര്യയായി കിട്ടുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഭാര്യയായി കിട്ടുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്നറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ അത് സാധിക്കും? എന്നാൽ എന്തെല്ലാം ആകുലങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളുമായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാറ്റിനും പരിഹാരം തരുവാൻ ഒരുവനുണ്ട്. നിന്നെക്കുറിച്ചുള്ളതെല്ലാം എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വായിക്കൂ.
തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? എല്ലാം അറിയുന്ന ദൈവം തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ എവിടെ പോയാലും സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. പാതാളത്തിന്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് അങ്ങ് ദൂരെ ദൂരെ എവിടെയെങ്കിലും പോയി പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രിയപ്പെട്ടവരെ അനേകം ദൈവമക്കൾ ഇവിടെ കാണുകയാണ്. ഒരിക്കലും നാം കൂടിച്ചേരുമെന്ന് കരുതിയതാണോ? ഭിന്നിച്ചു പോയവരായവര്, ഛിന്ന ഭിന്നമായി പോയവര്, എന്നാലും ഒരു ഹൃദയത്തോടെ ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിക്കുന്നു. ജീവനുള്ള ക്രിസ്തുവിന് നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായതും നിയതമായതും സ്പഷ്ടമായതും പദ്ധതിയുണ്ട്. ആ പദ്ധതി പൊളിക്കാൻ നാം ഒരിക്കലും നിന്നു കൊടുക്കരുത്. പിശാചിനൊരിക്കലും നമ്മെ തൊടാൻ കഴിയുകയില്ല. പിശാച് നമ്മെ ആകർഷിക്കും. അവൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നത് തിരഞ്ഞു ചുറ്റി നടക്കും. എന്നാൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായി ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് നാം നിന്നാൽ ഒരു പിശാചും അടുത്തേക്ക് വരികയില്ല. സാധുവായി ഞാൻ അറിഞ്ഞില്ല വരാൻ പോകുന്ന നല്ല കാലങ്ങൾ. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അന്ന് ഏങ്ങലടിച്ചതായ കാലങ്ങൾ, അന്ന് സങ്കടപ്പെട്ടതായ കാലങ്ങൾ, എന്താവും ഭാവി എന്നോർത്ത് വിചാരപ്പെട്ടു പോയ കാലങ്ങൾ, ഇങ്ങനെ കൂട്ടായ്മ കിട്ടുമോയെന്നോർത്ത് ആകുലപ്പെട്ട കാലങ്ങൾ. ഒരു 10-30 പേര് ഒരുമിച്ചൊന്ന് കൂടി വരാൻ കഴിയുമോ? അതും സാധിക്കുമോ? അതിനും ആരെങ്കിലും തടസ്സം പറയുമോ എന്നെല്ലാം ചിന്തിച്ച കാലങ്ങൾ. എന്നാലും എത്രയോ പേര് കൂടി വരുന്നു, ആത്മാവിൽ സന്തോഷം അനുഭവിക്കുന്നു. ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരുടെയും യോഗ്യത കൊണ്ടല്ല, ആരുടെയും മേന്മ കൊണ്ടല്ല, ആരെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടല്ല. കർത്താവിന് നമ്മളോട് വാത്സല്യം. നിങ്ങൾ ഈ സത്യം ആരെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഞാൻ സാധുവായ മനുഷ്യൻ, എനിക്ക് നിങ്ങളാരേക്കാളും യോഗ്യതയുള്ളതുകൊണ്ടല്ല. ഞാനവിടെ അവിടെ ദൈവമക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയത്തും ഓരോരുത്തർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ, ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ദൈവത്തിനേക്കാൾ എന്തെങ്കിലും എനിക്ക് യോഗ്യതയുണ്ടോ? ഇല്ലട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരിക്കലും എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് എന്നെ കഴുകി, കുഞ്ഞാടിൻ്റെ രക്തം വന്ന് എന്നെ കഴുകി. ആ രക്തമാണ് ഇപ്പോൾ നിങ്ങളെ കഴുകാൻ അവരോട് വന്നിരിക്കുന്നത്. യേശു സ്നേഹമാണ്. ഏതെല്ലാം സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടോ, സങ്കടം മാറ്റുന്നവനാണ് ക്രിസ്തു. വേദന അകറ്റുന്നവനാണ് ക്രിസ്തു. ഒരുപക്ഷെ നമ്മുടെ വേദന വേറെ ആരും അറിഞ്ഞില്ലെന്നിരിക്കും, അവൻ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല, അവർക്കത് പിടികിട്ടുകയില്ല. എന്നാലെല്ലാം അറിയുന്ന ജീവനുള്ള ദൈവം എന്താണ് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മകനെ, നിനക്കൊരു വീടില്ല, നിനക്ക് സങ്കടമാണ്, എന്നാൽ നിനക്ക് വീട് വേണോ വേണ്ടിയോ എന്ന് കർത്താവിനറിയാം. നിനക്ക് കടബാധ്യതയുണ്ട്, നിനക്ക് കടബാധ്യത മാറ്റാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ശ്രീഭണ്ഡാരത്തിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കടമുള്ളവർ പറയണം, കർത്താവേ, എൻ്റെ കടം മാറ്റാൻ അവിടത്തേക്ക് കഴിയുമല്ലോ, ആ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് എനിക്കൊന്ന് അയച്ചു തരണമേ. ഞാൻ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുഴുവൻ കടവും മാറ്റിയിട്ട്, കർത്താവേ, മുഴുവൻ കടവും തീർത്തിട്ട് എനിക്ക് അക്കരെ നാട്ടിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ മേന്മയല്ല, എൻ്റെ കർത്താവിന് എന്നോട് കരുണ തോന്നി. എന്നും കരുണയാണ്. ഞാനെന്ന് നിരാശപ്പെട്ട് എന്നെ സാറ് പൊട്ടണമെന്ന് വിളിച്ച് ഞാൻ വീട്ടിലേക്ക് പോരാൻ 10 പൈസ മതി വണ്ടിക്കൂലിക്ക്. അന്ന് ആ 10 പൈസ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് നടന്നു പോരുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഭൂമിയിലാരും എൻ്റെ കണ്ണുനീര് കാണാതെ ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് നടന്നു പോകുന്ന വഴികൾ അധികം ദൂരെയൊന്നുമല്ല. പണ്ടപ്പള്ളിയിൽ നിന്ന് മൂങ്ങാകുന്ന വഴി അവിടെ നിന്ന് നടന്നു പോരുമ്പോൾ ആ കുഗ്രാമത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഏകനായി നടന്നു പോകുമ്പോൾ ഞാനിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് യേശു നടക്കുന്നതിന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്നെല്ലാം കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞപ്പോഴെല്ലാം യേശു നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം മൂലം കരഞ്ഞ പല ഭാര്യമാരോട് വന്നിരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല കാലം കണ്ടുകൊണ്ട് എൻ്റെ യേശു നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും ശോഭനമായ ഭാവി കണ്ടുകൊണ്ട് അവിടുന്ന് നിങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ പ്രിയപ്പെട്ടവരെ? ആ യേശുവിൻ്റെ സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കു തരാമെന്ന്, ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി തരാമെന്ന്. യേശു സ്നേഹമാണ്. ആ സ്നേഹമായ ക്രിസ്തുവിനെ മാത്രം നിങ്ങൾ നോക്കൂ. വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട, ഭൂമിയിൽ ഒരു മനുഷ്യനെയും നോക്കണ്ട. ആകെ നോക്കാൻ ഒരു വ്യക്തി മാത്രം, ആകെ ആശ്രയിക്കാൻ ഒരു വ്യക്തി മാത്രം, ആകെ വിളിച്ചപേക്ഷിക്കാൻ ഒരു വ്യക്തി മാത്രം. മരണത്തോളം ഞങ്ങൾക്കത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവസാനം സംസാരിക്കുന്ന വാക്കും യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട്, യേശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെന്നാണ് ഞങ്ങൾ ദൈവമക്കളുടെ എല്ലാവരെയും ആഗ്രഹം. ആരും ആരേക്കാൾ വലിയവരല്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർ തന്നെ.
തന്നെ. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിടെ ഇറങ്ങി വരുന്നത് നാം എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്നു. യേശുവിടെ വന്നിട്ടുണ്ട്. യേശു കഴുകാൻ അവിടുത്തെ തിരുരക്തവുമായി വന്നിട്ടുണ്ട്. മാലാഖമാരോട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെടുക്കുവാൻ ക്രിസ്തുവിടെ വന്നിട്ടുണ്ട്. ആരെല്ലാം യേശുവിനെ വിളിക്കുന്നുണ്ട്, ആരെല്ലാം യേശുവിലേക്ക് നോക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വെളിപ്പാട് പുസ്തകം 7-14 വായിക്കേണ്ട. അതിങ്ങനെയാണ് പറയുന്നത്: കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ യേശു തൻ്റെ തിരുരക്തവുമായി വന്നിട്ടുണ്ട്. അങ്കി അലക്കി വെളുപ്പിക്കാൻ പോവുകയാണ്. രക്ഷ എന്നത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും ദാനം 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 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർത്തുപാടി സ്തുതിക്കാൻ തക്കവണ്ണം നമ്മുടെ നാവിൽ സ്തുതി തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല, ആരുടെയും പഴയകാലം കർത്താവ് ചോദിക്കുന്നില്ല. ആകെ കർത്താവ് ചോദിക്കുന്നത്: സ്ത്രീയെ അവർ നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാ, ഇനി പാപം ചെയ്യുന്നത് മാത്രമേ യേശു പറയുന്നുള്ളൂ. നിങ്ങൾ ആ യേശുവിനെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. യേശു വന്നിട്ടുണ്ട്. യേശു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശു സ്നേഹം മാത്രമാണ്. യേശു എന്നെ സ്നേഹിച്ചു. യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹമാണ്, യേശു സ്നേഹമാണെന്നാണ് പറയുന്നത്. യേശു സ്നേഹമാണ്. യേശു നിങ്ങളുടെ പഴയ കാലങ്ങൾ നോക്കുന്നില്ല, പഴയ പാപങ്ങളൊന്നും നോക്കുന്നില്ല. നീ മ്ലേച്ഛകരമായ പാപത്തിലേക്ക് പോയില്ലേ? ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. ഒന്നും ചോദിക്കാതെ സ്നേഹിക്കുന്ന സൗജന്യ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് വീഴാം പ്രിയപ്പെട്ടവരെ. ആ സ്നേഹത്തോട് നമുക്ക്, ആ ക്രൂശിനോട് നമുക്ക് ചേർത്ത് നമ്മളെ ബന്ധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവിൻ്റെ അടിമയായി തീരാം. അടിമയ്ക്ക് ഒന്നും പറയാനില്ല, ഒരവകാശവും അതും പറയാനില്ല. അടിമയ്ക്കാകെ പറയാനുള്ളത്: എൻ്റെ യേശുവേ, ഞാൻ നിൻ്റെ അടിമ, ഞാൻ നിൻ്റെ ദാസൻ, ഞാൻ നിൻ്റെ ദാസി. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. എൻ്റെ പാപങ്ങൾ കഴുകണമേ, എൻ്റെ കറകൾ കഴുകി തരണമേ. ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതെല്ലാം കർത്താവേ തിരുരക്തത്താൽ കഴുകണമേ. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? തേജസ്സോടെ യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ തിരുവസ്ത്രത്തിന് തൊങ്ങൽ തൊടുവിച്ചുകൊണ്ട് ഇതാ യേശു എല്ലാവരുടെയും മുമ്പിലൂടെ നടക്കുകയാണ്. ആ വസ്ത്രത്തിന് തൊങ്ങൽ നിങ്ങളൊന്ന് പിടിച്ചു തൊടിയിക്കൂ. അല്ല കർത്താവേ, അവിടുത്തെ തിരുരക്തം ഇപ്പോൾ കഴുകണമേ. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകണമേ. ആ രക്തം ഇപ്പോൾ ഒഴുകുകയാണ്. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ആ രക്തം ഒന്ന് തൊട്ടാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും, നിങ്ങളുടെ കെട്ടുകൾ പൊട്ടും, നിങ്ങളുടെ പാപങ്ങൾ മാറും, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കും. ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്? ആരെല്ലാം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുണ്ട്? ഞങ്ങൾ പറഞ്ഞു തരാം: എൻ്റെ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ആ കുരുടന്റെ കണ്ണ് തുറന്നു കൊടുത്തതുപോലെ ഞങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് ഇപ്പോൾ തുറന്നു തരണമേ. ഞങ്ങളുടെ മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. ഞങ്ങൾ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കഴുകിത്തരണമേ. പിശാചിനോട് ഞങ്ങൾ എന്നേക്കുമായി യാത്ര പറയുന്നു. സാത്താനോട് എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവിനെ രക്ഷകനായി ഞങ്ങളിതാ സ്വീകരിക്കുന്നു. ആ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾക്ക് പങ്ക് തരണമേ. ആരെല്ലാം എങ്ങനെ പ്രാർത്ഥിച്ചു? ആ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈകളെ ഉയർത്തു. കർത്താവേ, ഇപ്പോൾ ഈ കൈകളെ ഉയർത്തിയവരുടെ എല്ലാവരുടെയും കയ്യിൽ ആണിപ്പാടുള്ള കരം തുടരണമേ. തിരുരക്തത്താൽ ഇവരെ കഴുകണമേ. ഇവരുടെ ബന്ധനങ്ങൾ അവിടുന്ന് അഴിക്കണമേ. ഇവരുടെ കെട്ടുകൾ അവിടുന്ന് പൊട്ടിക്കണമേ. ഇവരുടെ രോഗങ്ങൾ അവിടുന്ന് സൗഖ്യമാക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ ഇവരുടെ പേരെ എഴുതി ചേർക്കണമേ. ഇവർക്ക് പുതിയ ഹൃദയം അവിടുന്ന് നൽകണമേ. വിശുദ്ധി ഇവർക്ക് കൈമുതലായി കൊടുക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തരെയും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ പങ്ക് തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ
ആണിപ്പാട് ഞങ്ങളുടെ മേൽ വെക്കണമേ. തിരുരക്തം എല്ലാവരുടെ മേലും പുരട്ടണമേ. തിരുരക്തത്തിന്റെ മുദ്ര എല്ലാവർക്കും കൊടുക്കണമേ. അപ്പാ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി സ്തുതി. ആണിപ്പാടുന്ന കരം കൊണ്ട് ഓരോരുത്തരും നെറ്റിയിൽ അവിടുന്ന് തിരുരക്തം പുരട്ടുന്നതിനായി സ്തുതി. തിരുരക്തത്താൽ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതിനായി സ്തുതി. എല്ലാവരെയും കർത്താവേ അപ്പാ അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് സംരക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. കരങ്ങളെ താഴ്ത്തിയിടാം.